MLA കൂട്ടുകാരൻ ഒരു ജോയിമോനുണ്ട്. ഈ ജോയിമോനെതിരായിട്ടുള്ള കേസ് വാദിക്കുന്നത് കാവ്യയാണ്. അതിനെക്കുറിച്ചുള്ള തർക്കങ്ങളിൽ ഇടപെട്ടുകൊണ്ടാണ് ഈ MLA രംഗത്ത് വരുന്നത്. ഇപ്പൊ സാർ ആ കുട്ടി സമാധാനത്തോടെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായി. ഏത് MLA ശ്രീത്? MLA ഭാസ്കർജി. ഓ, ഭാസ്കർജി. അറിയാലോ സാറിന്, അയാൾ ഏത് അറ്റം വരെയും പോവും. ഞങ്ങളിത് ഞങ്ങളുടെ ലെവലിൽ തന്നെ തീർക്കാൻ വേണ്ടി നോക്കിയതാ. അയാളോട് എല്ലാ ബഹുമാനത്തോടെയും റിക്വസ്റ്റ് ചെയ്തു. പക്ഷെ അയാൾ തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഇനി പോലീസിന് പരാതി നൽകാതെ മറ്റു മാർഗമൊന്നും ഇല്ലാത്തതുകൊണ്ടാ സാറിനെ വിളിച്ചത്. ശ്രീജിത്തിന്റെയും ആ കാവ്യയുടെയും ധൈര്യം ഞാൻ അഭിനന്ദിക്കുന്നു. സാധാരണ ഒരു MLAക്കെതിരെ പോലീസിനെ സമീപിക്കാൻ ആർക്കും ഇത്ര ധൈര്യം കാണില്ല. ഇതുപോലുള്ള ക്രിമിനലുകളെ പൂട്ടേണ്ടത് ഡെമോക്രസിയുടെ ആവശ്യമാണ്. ശ്രീജിത്തിന്റെ സുഹൃത്തിനോട് സമാധാനമായി ഇരിക്കാൻ പറയും. എല്ലാം ഞാൻ ഏറ്റു. താങ്ക് യു സർ. അല്ല, ശ്രീജിത്തും കാവ്യ അഡ്വക്കേറ്റ് ആയ സ്ഥിതിക്ക് കോടതി വഴി മൂവ് ചെയ്യല്ല നല്ലത്. ജുഡീഷ്യറിയുടെ ഒരു പ്രൊട്ടക്ഷൻ ഉള്ളതല്ലേ നിങ്ങൾക്ക്? സർ, നേരി കാണുമ്പോൾ ഒക്കെ ഡീറ്റെയിൽ ആയിട്ട് പറയാം. കുറച്ച് ഫാമിലി പ്രോബ്ലംസ് ഉണ്ട്, വ്യക്തിപരമായ പ്രോബ്ലംസ്. ഇപ്പൊ താങ്കൾ എന്റെ പരിചയക്കാരനായതുകൊണ്ടാണ് പോലീസ് സഹായത്തിലേക്ക് നീങ്ങിയത്. അല്ലെങ്കിൽ ചിലപ്പോ ഈ വഴി ചിന്തിക്കില്ലായിരുന്നു. ഓക്കെ, മനസ്സിലാവുന്നുണ്ട്. ഒരു കാര്യം ചെയ്യ് ശ്രീത്ത്, ഒരു പരാതി എനിക്ക് മെയിൽ ചെയ്യും. എന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരും. ഓക്കെ സർ. ഞാൻ പറഞ്ഞില്ലേ, ഇങ്ങനെയുള്ള ആളുകളെ തളച്ചില്ലെങ്കിൽ നശിച്ചു പോകുന്നത് ഈ നാടാ. ഇയാൾക്കെതിരെ ഞാൻ മറ്റൊരു കേസിൽ ഇടപെട്ടതാ, കൂട്ടുമെന്ന് ഉറപ്പിച്ചതാ. പക്ഷെ പരാതിക്കാരൻ പേടിച്ച് പരാതി പിൻവലിച്ചു. നിങ്ങൾ പക്ഷെ സ്ട്രോങ് ആയി നിൽക്കുമല്ലോ അല്ലേ? ഞങ്ങൾ രണ്ടും കൽപ്പിച്ചാണ് സർ. സാറിന്റെ വാക്കുകൾ ഞങ്ങൾക്ക് വല്ലാതെ ധൈര്യം തരുന്നുണ്ട്. MLAക്കെതിരെ നടപടിയെടുക്കാൻ സ്പീക്കറുടെ അനുമതി ആവശ്യമുണ്ട്. അത് സാരല്ല, അതൊക്കെ ഓക്കെ ആക്കാം. എന്തായാലും പരാതി അയക്കി, ഞാൻ നോക്കിക്കോളാം. ഓക്കെ സർ. താങ്ക് യു സോ മച്ച്. സത്യത്തിൽ ഫോൺ ചെയ്തു തുടങ്ങുമ്പോൾ ചെറിയൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ വലിയ ധൈര്യമായി. താങ്ക് യു സർ. ഓക്കെ ശ്രീജിത്ത്, ഓക്കെ. സമാധാനായില്ലേ? സത്യം, കൂടുതൽ ഒരു ബലം കിട്ടിയതുപോലെ, ഒരു ധൈര്യം കിട്ടിയപ്പോ. അല്ല പിന്നെ ഹലോ. ഹലോ സാർ, ഞാൻ CI ആണ്. വണക്കം സർക്കിളെ, ട്രാൻസ്ഫറിന്റെ കാര്യമൊക്കെ ഓർമ്മയുണ്ട്. അത് ഞാൻ ഏറ്റതല്ലേ. ഈ ഭാസ്കർജി ഏറ്റാൽ അത് നടന്നിരിക്കും, അറിയാലോ. അതെനിക്കറിയാം സാർ. പിന്നെ നമ്മുടെ പാർട്ടിയുടെ ഫണ്ടിന്റെ കാര്യം ശ്രദ്ധ വേണം. ഫണ്ടൊക്കെ ഏതാണ്ട് വരണ്ടിരിക്കുക. അതൊക്കെ ഓർമ്മയുണ്ട് സാർ. പിന്നെ ഞാനിപ്പോ വിളിച്ചത് വേറൊരു കാര്യത്തിന്. സാറിനെതിരെ ഒരു പരാതി വന്നിട്ടുണ്ട്. അതുകൊള്ളാലോ. എനിക്കെതിരെ പരാതിയോ? എന്നിട്ട് താൻ ആ പരാതി അങ്ങ് സ്വീകരിച്ചോ? അതിരിക്കട്ടെ, ആരാ പരാതി എന്നത്? അതിന് മാത്രം ധൈര്യം ആർക്കാടോ? എന്റെ ഒരു ഫ്രണ്ട് ഉണ്ട്. ഫ്രണ്ട് എന്ന് വെച്ചാ അത്ര വലിയ അടുപ്പൊന്നുമില്ല. അഡ്വക്കേറ്റാണ്, ശ്രീജിത്ത് എന്നാ പേര്. അയാളാ വിളിച്ചത് ഒരു കാവ്യയ്ക്ക് വേണ്ടിയാ. അഡ്വക്കേറ്റ് കാവ്യ. കാവ്യയെ സാറ് ഭീഷണിപ്പെടുത്തുന്നു,
കർത്തവ്യ നിർവഹണത്തിന് തടസ്സം നിൽക്കുന്നു, ജീവന് ഭീഷണിയുണ്ടെന്നൊക്കെയാണ് പറയണത്. പരാതി ഒഫീഷ്യലായി മെയിൽ ചെയ്തിരുന്നു. ഓഹോ. അപ്പോ വക്കീലന്മാര് കളത്തിലിറങ്ങി കളിക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം. പക്ഷെ സാറ് എന്താടോ? അത്യാവശ്യം ലീഡിംഗ് ആയ അഡ്വക്കേറ്റ്സാ. വ്യക്തിപരമായി കാവ്യയ്ക്ക് കുറെ ഇഷ്യൂസ് ഉണ്ട്. ഏതാണ്ട് ഒരു ഒളിജീവിതം പോലെയാണ് ആ കാവ്യ കഴിയുന്നത്. അതുകൊണ്ടാ സാറിനോടൊരു ഡയറക്റ്റ് ഫൈറ്റിന് വരാത്തേന്നും ഡയറക്റ്റായിട്ട് കോർട്ടിലേക്ക് പോവാത്തതെന്നൊക്കെയാണ് പറയുന്നത്. ഒക്കെ ഞാൻ നോക്കിക്കോളാന്നും ഒന്നുകൊണ്ടും പേടിക്കണ്ടെന്ന് ഞാൻ ധൈര്യം കൊടുത്തിട്ടുണ്ട്. താനിപ്പോ എവിടെ ഉണ്ട്? അല്ല, സാർ എവിടെ ഉണ്ട് എന്ന് പറഞ്ഞാൽ മതി, ഞാൻ അങ്ങോട്ട് വരാം. സാറ് ടെൻഷനാവണ്ട, ഒക്കെ ഞാൻ ഡീല് ചെയ്യാം. എനിക്ക് ടെൻഷനോ? ഇപ്പോഴാ എനിക്ക് ഹരം കയറിയത്. ശത്രുവിന് ബലമില്ലെങ്കിൽ ഫൈറ്റിനൊരു ത്രില്ലുണ്ടോ? ആ പിന്നെ തന്നോട് വരാൻ പറഞ്ഞത് വേറൊരു കാര്യത്തിനാ. ശരി, രാത്രി 9 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നേക്ക്. സിവിൽ ഡ്രസ്സിൽ മതി, സ്വന്തം കാറിൽ. അപ്പോ ശരി. ശരി, ഓക്കെ സാർ. അപ്പോ കാവ്യ കളത്തിലിറങ്ങി. ഹലോ ഭാസ്കർജി. ജോയ്മനെ, രാത്രി 9 മണി കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നേക്ക്. നമ്മുടെ സർക്കിൾ അവിടെ വരും. ചില കാര്യങ്ങളൊന്ന് തീരുമാനിക്കണം. ഓക്കെ ഭാസ്കർജി, ഞാനെത്താം. അപ്പൊ ശരി. ഹലോ ഹലോ, എന്താ ഇന്നലെ വിളിക്കാത്തെ? ഇവിടെ കുറച്ച് ജോലിയൊക്കെ ഉണ്ടായിരുന്നു. അവിടെ ജോലി ചെയ്യാൻ ആളില്ലേ? കലച്ചേച്ചി. അതോ നീ ഇവിടുത്തെ ജോലിയൊക്കെ ഏറ്റെടുത്തോ? ഞാനിവിടെ ഒരു കൃഷിത്തോട്ടം ഉണ്ടാക്കി. പിന്നെ അടുക്കള ജോലികളൊക്കെ. അയ്യോ, നീ എനിക്ക് ജോലി ഉണ്ടാക്കി വെക്കുവല്ലേ? എനിക്ക് ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. നീ കാരണം ഞാനിവിടെ ആകെ പെട്ടിരിക്കുക. നിന്റെ ഒരു കളിയുണ്ടല്ലോ, ഈർക്കലി കളി. നിനക്ക് വല്ല ഷട്ടിലോ ക്രിക്കറ്റോ കളിച്ചൂടായിരുന്നോ? ഒരു ഈർക്കലി കളി. നീ ഈർക്കലി കളിച്ചോ? പിന്നെ ഐസ്ക്രീം കുടിക്കുന്ന സന്തോഷത്തിലാണല്ലോ നീ ചോദിക്കുന്നെ ഈർക്കലി കളിച്ചോന്ന്. അല്ല, അത് പോട്ടെ, അവിടുത്തെ കാര്യങ്ങൾ പറ. അച്ഛൻ സ്ട്രോങ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമുക്കൊന്നും പേടിക്കണ്ട, അച്ഛൻ സ്ട്രോങ് ആ. ആ ജിക്കയുടെ ചൂടായതേ നീ ഒന്ന് കാണണം. അച്ഛനുണ്ടല്ലോ ആള്. അതെ, ഞാൻ കണ്ടതിന് ശേഷമാ നീ അച്ഛനെ കാണുന്നത്. അച്ഛനെ കുറിച്ച് എനിക്ക് നന്നായിട്ടറിയാം. സോറി, ഒരു തമാശ പറഞ്ഞ പോലെ ഇതിന് മനസ്സിലാവില്ല. കഷ്ടം, ഇങ്ങനെ ഒരു പാവം കുടുക്ക. പിന്നെ അപ്പ എന്ത് പറയുന്നു? സത്യം പറഞ്ഞ അവനാകെ കിളി പോയി നിക്ക. കിളി പോയിന്നോ? മൊത്തം വട്ടായിന്ന്. ഞാൻ പറഞ്ഞില്ലേ, ഓരോ കാര്യങ്ങൾ കാണുമ്പോ എനിക്കെന്തോ മറവി രോഗം വന്നുന്നാ അവൻ വിചാരിച്ചിരിക്കുന്നെ. അതിരിക്കട്ടെ, അച്ഛനെ കാണാൻ മുമ്പ് ഒരിക്കൽ നീ ഒപ്പം കൂടി ഇവിടുന്ന് ഇറങ്ങിയില്ലായിരുന്നോ? ഇറങ്ങിയായിരുന്നു. അപ്പൊ നിങ്ങള് ബസ്സിന് കാശ് എവിടുന്ന് ഒപ്പിച്ച്? അത് എന്നെ കുടുക്ക പൊട്ടിച്ചെടുത്തു. കുടുക്ക പൊട്ടിച്ചോ? മൈ ഗോഡ്, എന്താ? അവൻ എന്നോട്
പഴയ കാര്യങ്ങളൊക്കെ ചോദിച്ചു. പരീക്ഷിക്കാൻ വേണ്ടിയായിരിക്കും. ഞാൻ പറഞ്ഞു നമ്മുടെ അമ്മയുടെ കയ്യിന്നാ കാശ് വാങ്ങിയെന്ന്. അയ്യോ, എന്നിട്ട് അപ്പ എന്ന് പറഞ്ഞു. അത് ശരി തന്നെയാന്ന് അവൻ സമ്മതിച്ചു. അവൻ സമ്മതിച്ചോ? അയ്യോ, അപ്പൊ അവൻ എന്തോ സംശയം തോന്നിയിട്ടുണ്ട് കേട്ടോ. അല്ലെങ്കിൽ അവൻ സമ്മതിച്ചു തരില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, അവൻ വിചാരിച്ചിരിക്കുന്നത് എനിക്ക് മറവി രോഗമാണെന്നാ. അവനെ ഞാൻ ഡീൽ ചെയ്തോളാം. പിന്നെ റിയേ, എനിക്കൊരാഗ്രഹം. എന്താ? എനിക്ക് അപ്പന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. എന്താ? അല്ല, അച്ഛന്റെ ശബ്ദം ഞാൻ നിനക്ക് കേൾപ്പിച്ചു തന്നില്ലേ? അതുപോലെ എനിക്ക് എന്റെ അപ്പന്റെ ശബ്ദം ഒന്ന് കേൾക്കണം. പ്ലീസ് പ്ലീസ് റിയ. എനിക്ക് അവനെ കാണാതെ മനസ്സ് പൊട്ടുന്നത് പോലെ തോന്നുക. ഞാനവിടെ ഓപ്പണായി ഫോണിൽ സംസാരിച്ചോണ്ട് നിനക്ക് അച്ഛനൊക്കെ കാണുന്ന രീതിയിൽ ഫോൺ ചെയ്യാം, പ്രശ്നമില്ല. പക്ഷെ ഞാൻ ഇവിടെ ഫോണുമായി നിന്നാ അവനപ്പം പ്രശ്നമാക്കും. എന്തേലും തുണി വെച്ച് മറിച്ചിട്ടോ വേറെ എന്തേലും വഴി നോക്ക് പ്ലീസ്. നിനക്ക് അത്തരം ബുദ്ധികളൊക്കെ ഉണ്ടല്ലോ. എന്നിട്ടേ അവനോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ഞാനിന്ന് കേക്കട്ടെ അവന്റെ ശബ്ദം. പ്ലീസ് റിയ, നീ ഇന്ന് ഹോൾഡ് ചെയ്, ഞാൻ നോക്കാം. എന്റേതാണോ അതോ എന്റെ തോന്നലാണോ? ചേച്ചി പഴയ ചേച്ചി തന്നെയാണോ? അപ്പുക്കുട്ടാ, നിന്നെ ചേച്ചി എവിടെയൊക്കെ നോക്കി? ചേച്ചി എന്തിനാ എന്നെ അന്വേഷിക്കുന്നേ? എന്നോട് ഇഷ്ടമല്ലല്ലോ. അച്ഛടാ, നിന്നോട് എനിക്ക് ഇഷ്ടമില്ലെന്നോ? നീ എന്തൊക്കെയാ അപ്പുക്കുട്ടായി പറയുന്നേ? ക്യാമ്പില് പോകുന്നതിന് മുന്നേ ഉള്ള ചേച്ചിയായിരുന്നു നല്ല ചേച്ചി. ക്യാമ്പിൽ പോയിട്ട് വന്ന ചേച്ചി വേറെ ചേച്ചിയാ. അതുകൊള്ള. ചേച്ചി ഇങ്ങനെ വേറെ ചേച്ചിയാവാ? വേറെ ചേച്ചിന്ന് വെച്ചാ സ്വഭാവം മാറി ചേച്ചിയുടെ. പണ്ടത്തെ ചേച്ചി എന്ത് രസമായിരുന്നു. പഴയ ചേച്ചി സൂപ്പർ ആയിരുന്നു. പഴയ ചേച്ചി സൂപ്പർ 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 ആയിരുന്നു. പഴയ ചേച്ചിക്ക് എല്ലാവരോടും സ്നേഹമായിരുന്നു. ചേച്ചി കഥ പറയുമായിരുന്നു, പാട്ട് പാടുമായിരുന്നു, കിളികൾ കൂവുമ്പോ കൂടെ കൂവായിരുന്നു, ഒരുപാട് വായിക്കുമായിരുന്നു, ഒരുപാട് എഴുതുമായിരുന്നു. എന്നെ വിട്ട് ഒരു നിമിഷം പോലും ചേച്ചി മാറി നിൽക്കില്ലായിരുന്നു. എപ്പോഴും ഞാൻ വേണം ചേച്ചിയുടെ അടുത്ത്. അപ്പുന്റെ സംസാരം സൂപ്പറാ. ക്യാമ്പിൽ പോയിട്ട് വന്ന ചേച്ചിക്ക് ഇപ്പൊ അമ്മ മതി, പിന്നെ ജീവ സാറിന്റെ ഫോട്ടോയും. ഹലോ മക്കൾസ്, അമ്മ എന്താണ് രണ്ടുപേരും കൂടി ഒരു ഗൂഢാലോചന? ഏയ് ഒന്നുമില്ല. അമ്മ പറ, എനിക്ക് എന്തേലും മാറ്റമുണ്ടോ? ഏയ്, എന്റെ മോൾക്ക് മാറ്റോ? പിന്നെ ഒരു ചെറിയ മടിയും ഉഴപ്പൊക്കെ വന്നിട്ടുണ്ട്, അതല്ലാതെ വേറെ മാറ്റമൊന്നുമില്ല. അമ്മ മനഃപൂർവ്വം പറയുന്നതാ. അമ്മയ്ക്ക് കണ്ടൂടെ ചേച്ചിയുടെ ഓരോ കാര്യങ്ങള്? ചൂടാവാതടോ, പറഞ്ഞില്ലേ ക്യാമ്പ് കഴിഞ്ഞ് വന്നതിന്റെ ഒരു ഹാങ് ഓവർ, അത്രയുള്ളൂ. അതൊക്കെ അങ്ങ് മാറുവന്നേ. ഫുൾ ഫോമിലാവും എന്റെ ദിയ കുട്ടി.
അമ്മയുടെയും അപ്പുന്റെയും പഞ്ചാരക്കൂടം അല്ലേ ദിയക്കുട്ടി? കേട്ടോ അപ്പു, ഭാവിയില് വലിയ മന്ത്രിയൊക്കെ ആവുമ്പോ നമ്മളൊക്കെ അപ്പോയിന്റ്മെന്റ് എടുത്ത് വേണം ചേച്ചിയെ കാണാൻ ചെല്ലാൻ. നമ്മള് ബംഗ്ലാവിൽ ഒരുമിച്ചല്ലേ താമസിക്കാൻ പോകുന്നേ, പിന്നെന്തിനാ അപ്പോയിന്റ്മെന്റ്? എന്തായാലും ചേച്ചിക്ക് കുറച്ച് മാറ്റമുണ്ട്. അല്ല, ഇതെന്താ ചേച്ചി? ഒന്നുമില്ല, ഞാനിപ്പോ വരാവേമേ. ചേച്ചിയുടെ കയ്യിലെന്താ? ഇനി അതും പറയത്തില്ലേ? ചേടാ, ചേച്ചിയുടെ കയ്യിൽ ഒരു ടവല്, അവളുടെ കയ്യിൽ ഒരു ടവല് വെക്കാനും പാടില്ലേ? എന്നാ ഇനി ഇതൊരു ടവലല്ല, ഇതൊരു വലിയ മത്തങ്ങയല്ല എന്നൊക്കെയാണോ നീ പറയാൻ പോകുന്നത്? അമ്മേ, ഞാൻ എന്താ വരുന്നു, ഇത് കൊണ്ട് വെച്ചിട്ട് വരാം. ശരി. നിനക്കിപ്പോ എല്ലാ കാര്യത്തിലും അങ്ങ് സംശയമാണല്ലോ. എന്ത് പറ്റി എന്റെ അപ്പക്കുട്ടന്? ഞാൻ വച്ചിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വന്നേ, വാ വന്നേ, ഞാൻ പറയട്ടെ. നടക്ക. ഞാനിപ്പോ പെട്ടുപോവായിരുന്നു. ഞാൻ ഫോൺ വെക്കാണേ. ശരി, താങ്ക് യു. ഒന്നുമില്ല. നീ എന്താ എന്റെ പുറകെ നടക്കുന്നേ? ഞാനെത്തി. താങ്കൾ എവിടെയുണ്ട്? മിസ്റ്റർ ജീവ? അതെ, ജീവയാണ്. ജീവയാണ് എന്നെ വിളിക്കുന്നതെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. പറയായിരുന്നില്ലേ? സിനിമാക്കാരി സംസാരിക്കാനല്ല ഞാൻ വന്നത്. അതുകൊണ്ട് തന്നെ അങ്ങനെ പരിചയപ്പെടുത്തണമെന്നും തോന്നിയില്ല. ഒരു സെലിബ്രിറ്റി എന്നെ മീറ്റ് ചെയ്യാൻ വരുന്നതെന്ന് ഒരു സൂചന പോലും കിട്ടിയില്ല. സിനിമാക്കാരനേക്കാൾ വലിയ സെലിബ്രിറ്റിയാ മന്ത്രിയുടെ മകൻ. താങ്കളാണ് വലിയ സെലിബ്രിറ്റി പല കാര്യങ്ങളിലും. അതൊക്കെ പോട്ടെ, എന്താ സംസാരിക്കാനുള്ളത്? അഡ്വക്കേറ്റ് കാവ്യെക്കുറിച്ചാണെന്ന് പറഞ്ഞിരുന്നു. കാവ്യെക്കുറിച്ച് മൂന്നാമതൊരാളോട് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ലാത്തതാ. അതുകൊണ്ട് തന്നെ ഇന്നലെ വിളിച്ചപ്പോ സംസാരിക്കാൻ താല്പര്യമില്ലെന്ന് പറയാനാ ആദ്യം തോന്നി.
പക്ഷെ എന്താണെന്ന് അറിയണമെന്ന് വിചാരിച്ചു. ഓ, അപ്പൊ ഔദാര്യം പോലെ വന്നതാണല്ലേ? അങ്ങനെ വിചാരിച്ചാലും വിരോധമില്ല. വിരോധമുണ്ട് സുഹൃത്തെ. കാവ്യയുടെ കാര്യത്തിൽ ഞാൻ ഏതറ്റം വരെയും പോകും. നിങ്ങളിന്ന് ഇവിടെ വന്നില്ലായിരുന്നെങ്കിൽ ഞാൻ അവിടെ വരുമായിരുന്നു, നിങ്ങളുടെ വീട്ടില്. എന്റെ വീട്ടിൽ കയറണമെങ്കിൽ എന്റെ അനുവാദം വേണം. കാവ്യയുടെ കാര്യത്തിന് എനിക്ക് എവിടെ പോവാനും ആരുടെ അനുവാദം വേണ്ട. മന്ത്രിയുടെ വീട്ടിലും ചെല്ലും, മുഖ്യമന്ത്രിയുടെ വീട്ടിലും ചെല്ലും. ആയിക്കോട്ടെ, എന്നോടെന്താ സംസാരിക്കേണ്ടെന്ന് പറയും. എന്തെങ്കിലും കേസ് സംബന്ധിച്ചിട്ടാണോ? കേസ് സംബന്ധമായിട്ട് ഒരു കുടുംബ കേസ്. അതിനു മുമ്പ് ഒരു കാര്യം അറിയണം. ഇദ്ദേഹവും കാവ്യയും തമ്മിൽ എന്താ ബന്ധം? അത് ഇദ്ദേഹത്തോട് പറയേണ്ട കാര്യമില്ല. കാവ്യെക്കുറിച്ച് മറ്റൊരാളോട് ഇങ്ങനെ പൊതുസ്ഥലത്ത് നിന്ന് സംസാരിക്കാൻ എനിക്ക് താല്പര്യമില്ല. ഓ, അങ്ങനെയാണല്ലേ. കാവ്യ എന്താ നിങ്ങളുടെ സ്വകാര്യ സ്വത്താണോ? മുമ്പൊരിക്കൽ ഞാൻ ഫോൺ ചെയ്തിരുന്നു കാവ്യ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടി. അന്നും പറഞ്ഞു കാവ്യയെ വിളിച്ച് ശല്യപ്പെടുത്തരുതെന്ന്. ഓ, ഓർമ്മ വരുന്നുണ്ട്. അത് താങ്കളായിരുന്നല്ലേ? അന്ന് പറഞ്ഞതേ ഇന്നും പറയാനുള്ളൂ. എന്നുവെച്ചാൽ ഞാൻ കാവ്യയോട് സംസാരിക്കാൻ പാടില്ല എന്ന്? താങ്കളല്ലേ, ആരും കാവ്യം മറ്റെന്തെങ്കിലും തരത്തിൽ ശല്യപ്പെടുത്താനായിട്ട് അവളെ വിളിക്കണ്ട എന്ന്. ഓ, എനിക്ക് സമാധാനമായി. സത്യത്തിൽ സുഹൃത്തിനെ ആദ്യം എനിക്കൊരു പേടിയുണ്ടായിരുന്നു കാവ്യയുടെ കാര്യത്തിൽ. കാവ്യക്കൊരു സംരക്ഷണം ഇല്ലല്ലോ, ഒറ്റപ്പെട്ടു പോവുമല്ലോ എന്നൊക്കെ. എന്തായാലും സമാധാനമായി. ചോദിക്കാനും പറയാനും കാര്യങ്ങളൊക്കെ നോക്കാനും ഒക്കെ ആണൊരുത്തനുണ്ടല്ലോ. മിസ്റ്റർ ജീവ, നിങ്ങൾ അറിയപ്പെടുന്ന ഒരാളായതുകൊണ്ട് ഞാൻ അത്യാവശ്യം മര്യാദയോടെ സംസാരിക്കുന്നത്. താങ്കൾ മര്യാദ വിട്ട് സംസാരിച്ചോളൂ. അപ്പൊ ഞാൻ മര്യാദ വിട്ട് സംസാരിച്ചാൽ ഏത് എക്സ്ട്രീം വരെ പോകുമെന്ന് അങ്ങോട്ടും കാണിച്ചുതരാം. വേണ്ട, ഇത് ശരിയാവില്ല. ഓക്കെ, ബൈ. അങ്ങനെ അങ്ങ് പോയാലോ? ഓ, സിനിമാ കളിയാണോ? അതെ, രാഷ്ട്രീയ കളിയുമായി ഓരോരുത്തർ ഇറങ്ങുമ്പോ തിരിച്ചും കളിക്കാൻ എന്തെങ്കിലുമൊക്കെ നമ്മുടെ കയ്യിലും വേണ്ടേ? സിനിമാ കളി തന്നെ. എന്നെ തടയോ? തടയും.